ഹായ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ചക്കപ്പഴം വെച്ചിട്ട് നാടൻ ഹൽവ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ചക്കയുടെ പകുതി മുറി നല്ലപോലെ പഴുത്ത ചക്കപ്പഴമാണ്. അതെടുത്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ച് പഴുപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് വരിക്കച്ചക്കപ്പഴം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏത് ചക്കപ്പഴമാണേലും മതി. പിന്നെ 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്, അത് നല്ല സിറപ്പാക്കി എടുക്കുന്നുണ്ട്. വളരെ വെള്ളം കുറച്ച് വേണം നമ്മൾ സിറപ്പാക്കി എടുക്കാൻ. പിന്നെ ഒരു ചെറിയ തേങ്ങ എടുത്ത് ചെറിയ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല നാടൻ നെയ്യ് വേണം, 1 ഗ്ലാസ് അരിപ്പൊടി. അപ്പോൾ തീയൊക്കെ നല്ലവണ്ണം കത്തുന്നുണ്ട്, നമ്മുടെ ഉരുളിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള നെയ്യ് ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഹൽവ ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങയൊന്ന് ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കാഷ്യൂ നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ അത്യാവശ്യം ഒന്ന് മൂപ്പായി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചക്കയുടെ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ തേങ്ങ കോരിയെടുത്ത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ചക്കപ്പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചക്കയായതുകൊണ്ട് വേഗം തന്നെ അടിക്ക് പിടിക്കും, അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ തന്നെ അടി ചേർത്ത് ഇളക്കിയെടുക്കണം. പിന്നെ ഇത് വളരെ പെട്ടെന്നൊന്നും തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല, അത്യാവശ്യം നല്ല ക്ഷമ വേണം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഞാൻ വളരെ വെള്ളം കുറച്ചാണ് എടുത്തിട്ടുള്ളത്, അത് അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി കല്ലില്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ച് തന്നെ ചേർത്താൽ മതിയാവും. അതാകുമ്പോൾ വെള്ളം കുറഞ്ഞിരുന്നുള്ളൂല്ലോ നമ്മുടെ ഹൽവയുടെ ഈ കൂട്ടിന്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ടിട്ട് നല്ലപോലെ കട്ട കെട്ടാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടി വെള്ളത്തിൽ കലക്കി ഒഴിച്ചാലും മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പം കുറച്ചധികം നേരം കൂടെ ഹൽവ പറ്റിച്ചെടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള 1 ഗ്ലാസ് അരിപ്പൊടി മൊത്തം കുറച്ച് കുറച്ചായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാം, ആരോടും പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമ്മളിങ്ങനെ പായസം ഹൽവ പോലുള്ള സാധനങ്ങൾക്കൊക്കെ തേങ്ങ കൊത്തിടുമല്ലോ. അപ്പോൾ തേങ്ങ കൊത്തിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ ചിരട്ടയിൽ നിന്ന് വിട്ട് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ തേങ്ങാമുറി ഗ്യാസിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. വേഗം തന്നെ നമുക്ക് ആ ചിരട്ടയിൽ നിന്ന് തേങ്ങാമുറി വിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഹൽവയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇളക്കൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും വേണ്ടി വരും നമ്മുടെ ഈ ഹൽവ റെഡിയായി കിട്ടാനായിട്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എല്ലാ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക, ധൃതി പിടിച്ചൊന്നും ഉണ്ടാക്കാൻ നോക്കരുത്. അപ്പോൾ നല്ല മഴയൊക്കെ ഉള്ള ദിവസം വൈകുന്നേരങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും മഴയത്ത് പുറത്തിറങ്ങി വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 5-6 ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം, ഇളക്കിക്കൊണ്ടേയിരിക്കാം. പിന്നെ ഇങ്ങനെ ഒരു മരത്തിൻ്റെ തവിയാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ, നമ്മുടെ കൈയൊന്നും വേദന എടുക്കില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മിക്സിങ് ഇത്തിരി ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 50% ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഹൽവ ടൈറ്റായി വരുന്തോറും നമുക്ക് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു 1.25 മണിക്കൂറായിട്ടുണ്ട്. ഏകദേശം ഹൽവയുടെ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്രയും ആക്കിയെടുത്തതിലേക്ക് ഒരു 200 ഗ്രാം നെയ്യ് ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആവാനുണ്ട് നമ്മുടെ ഹൽവ. കറക്റ്റ് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൽവ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ പരുവത്തിന് ഇത് റെഡി ആക്കിയിട്ട് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി സെറ്റ് ആയിക്കോളും. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് അടിഭാഗം ഇത്രയും കൂടെ ഉണങ്ങി അങ്ങ് പോവും. അപ്പോൾ ഇവിടെ നല്ല മഴയാട്ടോ, അതുകൊണ്ടാണ് വെളിച്ചം കുറവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കപ്പഴം വെച്ചിട്ടുള്ള ഹൽവ.
അധികം സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട തയ്യാറാക്കി എടുക്കാൻ, സമയം കുറച്ചധികം വേണമെന്ന് മാത്രം. അപ്പോൾ ഞാനിത് നാളെ പകൽ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.